സോനം വാങ്ചുക്ക് നിരാഹാരം കിടക്കുകയാണ്. എന്തേ നിങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാകത്തെ? ഇങ്ങനെ ജനാധിപത്യ വിരുദ്ധരായ ഫാസിസ്റ്റ് വർഗീയ കള്ളക്കാരും കൊള്ളക്കാരുമായിടത്തൊന്നും നിങ്ങൾ എങ്ങനെയാണ് ജനാധിപത്യ മര്യാദ പ്രതീക്ഷിക്കുന്നത്? എന്തിനാ? തീർച്ചയായിട്ടും സർക്കാർ വിളിച്ചു വരുത്തിയ സമരമാണ്, സർക്കാർ വിളിച്ചു വരുത്തിയ സംഭവങ്ങളാണ് ഇതെല്ലാം. സർക്കാർ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ സംഭവങ്ങളെന്ന് കൂടി വിശദീകരിക്കേണ്ടി വരും. സ്വാഭാവികം. ഇവിടെ കാണേണ്ട കാര്യം, ഡൽഹിയിൽ ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ നടന്ന കാര്യങ്ങൾ, ഈ കഴിഞ്ഞ നിമിഷം വരെയും നടന്ന കാര്യങ്ങൾ ഇപ്പോഴും നടക്കുന്നുണ്ടോ എന്നത് വ്യക്തമാക്കേണ്ടതുണ്ട്. അത് എത്രത്തോളം ഭീകരമാണ് എന്ന് പ്രേക്ഷകർക്ക് പൂർണ്ണമായി മനസ്സിലായിട്ടുണ്ടാവില്ല എന്നാണ് ഞാൻ കരുതുന്നത്. അതെന്താ തനിക്കിപ്പോ അങ്ങനെ തോന്നാൻ? അത് ഡൽഹിയിൽ ഇപ്പോഴും ഇന്റർനെറ്റ് മാനാണ്. പൂർണ്ണമായും നമുക്ക് വാട്സപ്പ് സന്ദേശങ്ങൾ അയക്കുന്നതിനോ റെഗുലർ കോളുകൾ ചെയ്യുന്നതിനോ പോലും പലരും ബുദ്ധിമുട്ടുകയാണ്. സ്വാഭാവികം. അതിന്റെ അർത്ഥം ഡൽഹിയിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സ്ഥലത്തല്ല ഈ പോലീസിന്റെ നരതയായിട്ട് നടന്നിരിക്കുന്നത്, ഒട്ടേറെ സ്ഥലങ്ങളിലാണ്. ആരത് പറഞ്ഞേ? എടോ, ഇതൊക്കെ ആരെങ്കിലും പറഞ്ഞിട്ട് വേണോ? കാര്യങ്ങളൊക്കെ ഇത്രയായ സ്ഥിതിക്ക് നമുക്കോട്ട് ഊഹിക്കാൻ പാടില്ലേ? ആ പല സ്ഥലങ്ങളിലും നടന്ന കാര്യങ്ങൾ പുറം ലോകം അറിയാൻ, ചിത്രീകരിക്കപ്പെട്ട കാര്യങ്ങളോ ഇല്ലെങ്കിൽ ആരുടെയെങ്കിലും മൊബൈൽ ഫോണിൽ പകർത്തിയ കാര്യങ്ങളോ അല്ലെങ്കിൽ അവരുടെ അനുഭവങ്ങളോ ഒക്കെ പുറത്തറിയാൻ ഇനിയും സമയമെടുക്കും എന്നാണ് മനസ്സിലാക്കേണ്ടത്. നമ്മൾ മദർ ഓഫ് ഡെമോക്രസി എന്നാണ് നരേന്ദ്രമോദി സർക്കാർ ഈ ലോകത്തെ നോക്കി ഇന്ത്യയെ വിശേഷിപ്പിച്ചത്, ഇന്ത്യൻ ഡെമോക്രസിയെ BJP സർക്കാർ വിശേഷിപ്പിക്കാൻ ശ്രമിച്ചത്. ഇതാണോ ജനാധിപത്യത്തിന്റെ മാതാവിന്റെ മാർത്തടത്തിൽ നടക്കേണ്ട കാര്യം? മനുഷ്യനെ മരം കൊണ്ടുണ്ടാക്കിയെടുത്ത ഇങ്ങനെയൊക്കെ ഇരിക്കും. ഇത് വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് സഖാവ് ജോൺ ബ്രിട്ടാസും ഞാനും സഖാവ് വി ശിവദാസനും കണ്ട കാഴ്ച ഞെട്ടിപ്പിക്കുന്ന കാഴ്ചയായിരുന്നു. ഞങ്ങൾ പാർലമെന്റിന് പുറത്ത് 1 മണിക്ക് പാർലമെന്റിൽ കറക്റ്റ് 1 മണിക്കൂറുടെ ഇടവേളയിൽ ഈ സമരത്തിലേക്ക് ഞങ്ങൾ ഇറങ്ങി വരുമ്പോൾ കാണുന്ന കാഴ്ച, റെയിൽ ഭവൻ അടുത്ത് പാർലമെന്റിനോട് ചേർന്ന് ഒരു വാഹനത്തിനകത്ത് 20-ലധികം വരുന്ന പാവങ്ങളെ 3/4 മണിക്കൂറുകളായി ബന്ദിയാക്കി വെച്ചിരിക്കുകയാണ്. സത്യമായി പറയുന്നവനായി രാജാക്കന്ന്. അവരിൽ പലരും ചോര വാർന്നൊലിക്കുകയാണ്. ക്രൂരമായ മർദ്ദനത്തിനിരയായവർ, ഗ്രനേഡിൽ പരിക്കേറ്റവർ, അവരിൽ നിന്ന് ബ്ലീഡ് ചെയ്യുന്നു. വ്യത്യസ്ത പ്രായഘടനയിൽപ്പെട്ടവർ, അതിലേറെയും ചെറുപ്പക്കാർ, ജൻസി വിഭാഗത്തിൽപ്പെട്ടവർ ക്രൂരമായ പീഡനത്തിനിരയായിട്ടിരിക്കുകയാണ്. ഒരാളെ ആശുപത്രിയിലേക്ക് മാറ്റാൻ തയ്യാറാകുന്നില്ല. ഇവൻ പറയുന്നത് വിശ്വസിക്കരുത്. ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് വാ തുറക്കുന്നത്. സെൻട്രൽ സെക്രട്ടേറിയറ്റ് മെട്രോ സ്റ്റേഷന് സമീപം കണ്ട കാഴ്ച, 2 ചെറുപ്പക്കാരെ, ഒരാൾ ഒരു ചെറുപ്പക്കാരനാണ്, ഒരാൾ ചെറുപ്പക്കാരനല്ല, 2 പേരെയും അടിച്ച് റോഡിൽ നിലത്തിട്ടിരിക്കുകയാണ്. അതങ്ങനെ വിടാൻ പറ്റുമോ ബ്രദർ? അതെങ്ങനെ വിടാൻ പറ്റും? തെമ്മാർത്തരം ഒരിക്കൽ പറഞ്ഞാൽ മതിയോ? ഇവിടെ എന്താ ചോദിക്കാൻ പറയാനോ ആളില്ലേ? പോലീസിനോട് നിർബന്ധപൂർവ്വം പറഞ്ഞ് വാശി പിടിച്ചതിന്റെ ഫലമായിട്ടാണ് അവരെ ഇവിടെ നിന്ന് മാറ്റാനിടയായത്. നിങ്ങളെ ദൈവ ഇവിടെ കൊണ്ടുവന്ന് എത്തിച്ചത്. വൈകുന്നേരം മറ്റൊരു MP, ഒരു വനിതാ MP, കോൺഗ്രസിൻ്റെ ഉള്ള ഒരു MP എന്നോട് വൈകുന്നേരം ഞങ്ങളോട് സംസാരിച്ചൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അവർ വരുന്ന വഴിയിൽ കണ്ട കാര്യം, കൊച്ചുകുട്ടികളെ ക്രൂരമായി തല്ലുകയാണ്. അവരിറങ്ങി പോലീസിൽ നിന്ന് ലാത്തി പിടിച്ചു വാങ്ങിയെന്ന് അവർ ഞങ്ങളോട് പറയുകയായിരുന്നു. നീ പറഞ്ഞതൊക്കെ വല്ല ഭ്രാന്തിന്റെ കഞ്ചാവിന്റെ പുറത്താണോ? ഒരിക്കലുമല്ല. പല പീഡനങ്ങളും സഹിച്ച് കണ്ടെത്തിയതാണ്. 100% സത്യം. ഇങ്ങനെ ഒട്ടേറെ സംഭവങ്ങളാണ്. ഞാൻ പറഞ്ഞത്, ഞാൻ കണ്ട ഒരു ചെറിയ കോർണറിലെ ഒരു പ്രശ്നം ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എങ്കിൽ ഇതുപോലെ കണ്ട എത്രയോ അനുഭവങ്ങളാണ്. തേങ്ങ കൊലയാണ്. കറക്റ്റ്. നിങ്ങൾ നോക്കൂ, ഇന്ത്യ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെയും അതോടൊപ്പം തന്നെ വലിയ സാങ്കേതിക വിപ്ലവങ്ങളുടെയും ഒരു കാലത്ത് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള സെൻട്രലൈസ്ഡ് എക്സാമിനേഷൻ ലീക്ക് ഉണ്ടാകുന്നത്? അത് ഞാനൊരു ഇരട്ട വരയിട്ട ബുക്കിൽ എഴുതി തരാം, സൗകര്യം പോലെ ഇരുന്ന് വായിച്ചു. അതൊന്നല്ല, തുടർച്ചയായ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നു. അങ്ങനെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെടുന്നു. ഈ സമരത്തിലൂടെ ഇവർ മുൻപോട്ട് വെച്ച മുദ്രാവാക്യം എന്താണ്? എന്തായിരുന്നു ഇവരുടെ സമരരീതി? ഞാനിത് രണ്ടും ചോദിക്കുകയാണ്. ഒന്ന്, മുദ്രാവാക്യം വളരെ ലളിതമാണ്. ഇതിനെല്ലാം കാരണക്കാരനായ, നിരവധി കുഞ്ഞുങ്ങളുടെ ജീവനെടുക്കാൻ കാരണക്കാരനായ, അതിന്റെ ധാർമ്മികമായ റെസ്പോൺസിബിലിറ്റി, പൊളിറ്റിക്കൽ മോറൽ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തുകൊണ്ട് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം. ഇതാണ് നമ്പർ 1. എത്ര മനോഹരമായ നടക്കാത്ത സ്വപ്നം. നടക്കും. ഒരു ഗതിയില്ലാതെ നീ പെരുവഴി കൂടെ നടക്കും. രണ്ടാമതൊരു ആവശ്യപ്പെടുന്നത് NTA, അത് സ്ക്രാപ്പ് ചെയ്യണം, അത് അവസാനിപ്പിക്കണം. അത് ഏറെ കാലമായി നമ്മുടെ സംസ്ഥാനത്തെ വിവിധ സംസ്ഥാന സർക്കാരുകൾ, നമ്മുടെ രാജ്യത്തെ വിവിധ സംസ്ഥാന സർക്കാരുകൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. വിവിധ പൊളിറ്റിക്കൽ പാർട്ടികൾ ഡിമാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഈ 2 കാര്യങ്ങളുമാണ് അവരുടെ മുദ്രാവാക്യം. ഒന്നും നടക്കാൻ പോകുന്നില്ല. നീ ചെല്ല്. ഇത്രയും ദിവസം പാർലമെന്റിൽ, ജന്തർ മന്ദറിൽ, ഈ കടുത്ത വേനലിൽ അവരവിടെ കിടന്നു. അതിനിടയിൽ മഴ പെയ്തിട്ടുണ്ട്. ഇതിനെല്ലാം ത്യാഗസന്നദ്ധതയോടുകൂടി അവിടെ കിടന്നു. ഭക്ഷണം പോലും കഴിക്കാതെ ആഫ്രിക്കൻ പായലും പച്ച ചെമ്മീനെ ഞാൻ കഴിച്ചത്. ഇപ്പൊ കുളവാഴ വന്നിട്ടുണ്ട്. പോലാളി, ഞാൻ ഉപദേശിക്കുന്നു കരുതരുത്.
മുതലാളി ഒരു ചെത്തിയാണ് എന്താടാ ഞാൻ ചോദിക്കട്ടെ, നിരാഹാര സത്യാഗ്രഹത്തിന്റെ മാതൃകയിൽ കിടക്കുന്ന ആളുകൾ അവർ നിരാഹാരമായിട്ട് എടുക്കുകയാണ്. വിത്തൗട്ട് എനി ആംസ്, ഒന്നുമില്ല, ആയുധങ്ങളില്ല. അവരുടെ ആയുധം അവരുടെ സഹനമാണ്. സഹനത്തെ ആയുധമാക്കി കിടന്ന മനുഷ്യർ. പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം. ഇവർ തന്നെ പറഞ്ഞാൽ ഡെമോക്രാറ്റിക്, ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ റിപ്പബ്ലിക്ക്, ഇവർ പറയുന്നത് പോലെ മദർ ഓഫ് ഡെമോക്രസി, അതിന്റെ മടിത്തട്ടിൽ ഇങ്ങനെ കിടക്കുകയാണ് രണ്ട് മനുഷ്യർ. അതിൽ സോനം വാങ്ചുക്ക് നിരാഹാരം കിടക്കുകയാണ്. എന്തേ നിങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാകത്തെ? എന്നെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ ഈ വീട്ടിൽ ആരും ഇല്ലെന്ന്. ഇതാണ് എന്റെ ചോദ്യം. നിങ്ങൾ അവരെ വിളിച്ചിരുത്തി എന്താണ് നിങ്ങളുടെ പൊളിറ്റിക്കൽ ഡിമാൻഡ്, എന്താണ് നിങ്ങൾ ആവശ്യപ്പെടുന്നത്, എന്താ പോകാത്തത്, എന്താ ചർച്ച ചെയ്യാത്തത്? അതല്ലേ ജനാധിപത്യത്തിന്റെ സൗന്ദര്യം. ഇവന്മാരുടെ കയ്യിൽ നിന്ന് ഞാൻ വാങ്ങിക്കും. അത് ചെയ്യാൻ തയ്യാറാകാത്ത, വളരെ പ്രസക്തമാണ് ഈ ചോദ്യം. അവരുടെ മുദ്രാവാക്യം എന്താണ്? അവർ തിരഞ്ഞെടുത്ത സമരരീതി എന്തായിരുന്നു? അവർ തിരഞ്ഞെടുത്ത സമരരീതി സഹന സമരരീതിയായിരുന്നു. ഗാന്ധി മുന്നോട്ട് വെച്ച ആ സഹന സമര രീതിയിലൂടെ അവർ അവിടെ നിരാഹാരവ്രതം സത്യാഗ്രഹം അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ മുഖം തിരിഞ്ഞു? ഒരുമാതിരി ചൊറിഞ്ഞു വരുന്നുണ്ട് നിന്റെ വർത്താനം കേട്ടിട്ട്. ഇവിടെ ഇപ്പൊ എല്ലാരും പറഞ്ഞു ആ സഹന സമരം നടത്തിയിരുന്ന സോനം വാങ്ചുക്കിനെ ജനാധിപത്യ വിരുദ്ധ രീതിയിൽ ഇവിടെ നിന്ന് പൊക്കിയെടുത്തോണ്ട് പോയി അപ്പടി ഇപ്പിടി എന്നൊക്കെ പറഞ്ഞു. ആ സാഹചര്യം എന്തായിരുന്നു മധു? അത് ഉത്തരം പറ. അത് ഇവിടെ ഈ സോനം വാങ്ചുക്കിന്റെ തന്നെ വക്കീല് കോടതിയിൽ പോയി ഒന്ന് പറയന്റെ പൊന്നു നീതിപീഠമേ, ഞങ്ങൾ അവിടെ ഒരുത്തം പട്ടിണി കിടക്കുകയാണ്, ഒന്ന് സർക്കാരിനോട് പറ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ. ആര് പറഞ്ഞു? എപ്പ പറഞ്ഞു? ഞാൻ പറഞ്ഞിട്ടില്ല. കോടതി സർക്കാരിന് നോട്ടീസ് അയച്ചു. അദ്ദേഹത്തിന്റെ ജീവൻ അപകടത്തിലാകാതെ നോക്കണം, എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ കോടതി ഉത്തരവിന്റെ ബലത്തിലാണ് ഈ നിരാഹാര സമരം നടക്കുന്നിടത്തെല്ലാം അറസ്റ്റ് ചെയ്ത് ആശുപത്രിയിലേക്ക് മാറ്റും. കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇത് ആദ്യമായിട്ടൊന്നും അല്ലല്ലോ ഈ നാട്ടിൽ കാണുന്നത്. അതായത് ഒരു നിരോധനാജ്ഞ നിലനിൽക്കുന്ന സമയത്ത്, പാർലമെന്റ് സമ്മേളനം നടക്കുന്ന സമയത്ത് അവിടെ അതീവ സുരക്ഷാ മേഖലയിൽ കൂട്ടം കൂടുകയും പോലീസിന് നേരെ അക്രമം നടത്തുകയും ചെയ്യുമ്പോൾ പോലീസ് അടിക്കും. നീ ഒന്നും പണയണ്ട. ഇല്ല, പോലീസിന് നേരെ സമരക്കാരുടെ ഭാഗത്തുനിന്ന് അക്രമം ഉണ്ടാവുകയൊന്നുമല്ല ചെയ്തത്. ആ ജന്തർ മന്ദിറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് തന്നെ അവരെ പോലീസ് ലാത്തിയും കൊണ്ടാണ് നേരിട്ടത്. ഒടിഞ്ഞു പോയ ഫൈബർ ലാത്തികളുടെ പിടികൾ അവിടെ കിടക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. വിദ്യാർത്ഥികളെ മർദ്ദിച്ചിട്ടാണ് അത് ഒടിഞ്ഞു പോയത്. അതെന്നെ അടിച്ചില്ല എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പോലീസിന് നേരെ കല്ലെറിഞ്ഞിട്ടാണ് അവരടിച്ചത് എന്നാണ് പോലീസ് പറയുന്നത്. നിങ്ങൾ ഇങ്ങനെ പറയുന്നു. എന്താണ് സത്യം എന്നുള്ളത് പുറത്തു വരട്ടെ. അയ്യോ, അങ്ങനെ പറഞ്ഞൂടാ. പിന്നെ ഞാൻ എന്തിനു വന്ന? ഓരോരുത്തരും അവരവരുടെ രീതിയിൽ അവരവർ ശരിയെന്ന് വിശ്വസിക്കുന്നവരും അവരവരുടെ താല്പര്യത്തിനനുസരിച്ചാണ് ഇവിടെ പറയുന്നത്. എന്തായാലും ഒരു കാര്യമുണ്ട്, ഇത്രയും നാൾ ഈ ഒരു മാസത്തോളം ഇവർ കിണഞ്ഞു പരിശ്രമിച്ചു പോലീസിന്റെ ഇതൊന്നും അടിമേടിക്കാനായിട്ട്, നടന്നില്ല. എന്തായാലും ആ ആഗ്രഹ സഭ നടന്നു. ഈ കിട്ടുന്നതിലേക്ക് എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഇനിയും കിട്ടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. വളരെ ന്യായമായ ഒരു ആവശ്യം അവർ മുന്നോട്ട് വെച്ചിട്ട് ഒരു മാസം കഴിഞ്ഞു. സഹന സമരം തന്നെയാണ് നടക്കുന്നത്. ഇപ്പോഴല്ലേ ഈ പറയുന്ന ചർച്ചകളൊക്കെ ഉണ്ടാകുന്നത്? അതിനു മുൻപായിരുന്നെങ്കിൽ ചർച്ചകൾ ഉണ്ടായിരുന്നോ? അപ്പൊ അവരെ ഏതെങ്കിലും ഒരു മൂലക്കിരുന്ന് സമരം ചെയ്തോട്ടെ. നിങ്ങൾക്ക് ഒരു ഔദാര്യം പോലെയാണോ ജനകീയ സമരങ്ങളെ കാണേണ്ടത്? എനിക്ക് ഇവിടെ വരുന്നുണ്ട്. രാഷ്ട്രീയ ഉദ്ദേശത്തോടു കൂടി നിങ്ങളത് സമ്മതിക്കില്ലായിരിക്കാം, പക്ഷെ ഞാൻ എന്റെ നിലപാട് അതാണ്. ഇനി നിങ്ങളത് അംഗീകരിച്ചാലും ഇല്ലെങ്കിലും രാഷ്ട്രീയ ഉദ്ദേശത്തോടുകൂടി, വ്യക്തമായ രാഷ്ട്രീയ ഉദ്ദേശത്തോടുകൂടി നടത്തുന്ന ഈ രീതിയിലുള്ള കാര്യങ്ങളോട് ആ രാഷ്ട്രീയപരമായി തന്നെ നേരിടാനുള്ള അവകാശം, അതിനെ സമീപിക്കാനുള്ള അവകാശം സർക്കാരിന്. ഇങ്ങനെ ജനാധിപത്യ വിരുദ്ധരായ ഫാസിസ്റ്റ് വർഗീയ കള്ളക്കാരും കൊള്ളക്കാരുമായിടത്തൊന്നും നിങ്ങൾ എങ്ങനെയാണ് ജനാധിപത്യ മര്യാദ പ്രതീക്ഷിക്കുന്നത്? എന്തിനാ? കിട്ടിയ മുതലും പലിശ ചേർത്ത് കിട്ടി.